ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവൻ്റെ കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നൂസിനെയാണ് ഇന്ന് സ്കൂളിൽ പറഞ്ഞേച്ചാൽ പിന്നെ ഇയാളെ കൊണ്ടുള്ള കളിയാണ്. കുറച്ച് ടൈം അങ്ങനെ വേഗം കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്ക പതിവാണ്. അതുകൊണ്ട് ഞാൻ ഉറക്കാൻ വേണ്ടി കിടത്തിയപ്പോഴത്തേനും ആൾക്ക് വലിയ ഉറക്കിൻ്റെ മൂടൊന്നും കാണുന്നില്ല. എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ട് കിടപ്പാണ്. കുറച്ച് സമയം തൊട്ടിലിട്ട് അങ്ങനെ ആട്ടി നോക്കി. അപ്പോൾ എന്നെയും നോക്കി കിടപ്പാ. ആൾക്ക് ഉറക്കിൻ്റെ മൂടൊന്നും കാണുന്നേ ഇല്ല. എന്താണാവോ ആലോചിക്കുന്നത്, ആർക്കറിയാം. അങ്ങനെ കുറച്ച് സമയം ഊഞ്ഞാലോട്ടൊക്കെ ഇങ്ങനെ ഇട്ട് ആട്ടിക്കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, ഫുൾ വെജൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഫുൾ വെയിലത്ത് വന്നതല്ലേ, അതുകൊണ്ട് വത്തക്ക ജ്യൂസ് കൊടുത്ത് ഒന്ന് തണുപ്പിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ ജ്യൂസും കൊണ്ട് മേലോട്ടേക്ക് പോവാണ്. അപ്പോഴിതാ ഒരു മന്തിപ്പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പപ്പടം ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഇത് ഏതിൽ ഇടും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ മന്തിപ്പാത്രം എടുത്തിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിലോട്ടേക്ക് ഇട്ടോ മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രമാണ് പപ്പടം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മുടെ മമ്മീൻ്റെ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഈ വെജ് കഴിക്കുമ്പോഴൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റുമേ. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയും തക്കാളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ 2 തക്കാളിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. പകുതിയായിട്ട് മുറിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാടി വരുമ്പോഴത്തേനും അതിൻ്റെ തോലൊക്കെ ഇങ്ങോട്ട് ഇളക്കി വരും. അപ്പോൾ അതങ്ങോട്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് കരിവേപ്പിലയും ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിങ്ങനെ കുറുക്കി കൊണ്ടുവരിക. ഈ ഒരു സംഭവം ഉണ്ടെങ്കിലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. അത് കഴിഞ്ഞിട്ട് സാമ്പാറാണ് കറി വെച്ചേക്കുന്നത്. പിന്നെ ഈ തക്കാളി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ നമ്മുടെ ഇടിച്ചക്ക തോരനും ഉണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഫുൾ വെജാണല്ലോ അപ്പോൾ തൈര്, കക്കിരി, ചക്കത്തോരൻ, പിന്നെ തക്കാളി, സാമ്പാർ, പപ്പടം. ഇന്ന് നല്ല അടിപൊളി ചോറിലുള്ള കുശാലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ മാലയിടാൻ പോവാണ്. അതായത് എൻ്റെ ഹസ്ബൻഡ് മാലയിടാൻ പോവാണ് സാറ്റർഡേ. സോ 3 ദിവസം മുന്നേ ആൾ വ്രതമൊക്കെ തുടങ്ങും. അപ്പോൾ പച്ചക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഫുൾ വെജാണ് ഇനി അങ്ങോട്ട് കേട്ടോ. പക്ഷെ ഞാൻ വ്രതം തുടങ്ങിയിട്ടില്ല, കാരണം ഇപ്പോഴേ തുടങ്ങിയ പിന്നെ എനിക്ക് ബോറടിക്കും. കാരണം ആൾ മാർച്ച് ലാസ്റ്റോട്ടേ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വ്രതം ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അതിൻ്റെ മുന്നേ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടും വ്രതം എടുക്കാറുണ്ട്. അപ്പോൾ മെല്ലെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ആൾ കൊണ്ടുവന്ന വെജൊക്കെ ഇനി സെറ്റാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ വാവ എണീക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഓരോ പാത്രത്തിലോട്ടാക്കി സെറ്റാക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണം എനിക്കൊന്ന് വേഗം പോയിട്ട് കുളിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.